നന്ദിയാൽ ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം നന്ദിയാൽ നീ എന്നെ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ എൻ ഗ്രഹമെന്തുള്ളൂ. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ, നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ, നീ എന്നെ ഓർക്കുവാൻ എൻ ഗ്രഹമെന്തുള്ളൂ. Thank you, Lord. Hallelujah. ആമേൻ. സ്ഥാനത്ത് നിന്നും ഇതുവരെയും കൊണ്ടുവന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സ്നേഹം. ഞങ്ങളെക്കാളൊക്കെ നന്നായി പാടുന്ന എൻ്റെ ഒരു സുഹൃത്താണ് സഞ്ജയ്. സമയമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം അതിനുള്ള സമയം എടുക്കാത്ത. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. 2020 ആരംഭത്തിൽ ജനുവരി മാസം ഒരു ഇമെയിൽ കണ്ടു. ഒരു രാത്രി സമയം ഞങ്ങൾ വെട്ടിക്കിടന്നു. ഇമെയിൽ നോക്കുമ്പോൾ, I regret to inform you that you have to leave the country in 90 days. Amen. 2 വർഷത്തെ പഠനം, അതിനുശേഷം 3 വർഷത്തെ വർക്ക് പെർമിറ്റിനൊക്കെ ആഗ്രഹിച്ചു ചെന്നപ്പോൾ കോളേജിൽ നിന്നൊരു പ്രോബ്ലം. 1 കൊല്ലമേ പഠിക്കാൻ പറ്റിയുള്ളൂ. സാമ്പത്തികമായി വളരെ ഞെരുക്കം. സഹായിച്ചവരൊക്കെ 2 മാസത്തിനുള്ളിൽ പറഞ്ഞു ഉടനെ പണം മടക്കി തരണം. എൻ്റെ പപ്പായും അഞ്ജുന്റെ പപ്പായും എല്ലാം ഓടി നടന്ന് കുറച്ച് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചു, എല്ലാം ചെയ്തു. പക്ഷേ നാട്ടിലേക്ക് മടങ്ങി പോകുമ്പോൾ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. 2 പറക്കം പറ്റാത്ത കുഞ്ഞുങ്ങളുമായി ഞങ്ങൾ പോകുന്നു. ദൈവത്തിന്റെ ദൂത് ഞങ്ങൾ കേട്ടു. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നിൽക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മടങ്ങിപ്പോരാം. 2 വഴികൾ. ഫ്രീ വിൽ ഞങ്ങളുടെ. പപ്പ പറഞ്ഞു, മോനെ കയറി പോരെ, ഉള്ള പച്ചരി നമുക്ക് മേടിച്ച് നിന്ന് പപ്പ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. ആ വാക്കിന്റെ പുറത്ത് ഞങ്ങൾ ഇറങ്ങി തിരിച്ചു. കോവിഡിന്റെ സമയമാണ്. ഞങ്ങൾ ചിന്തിച്ചു, എങ്ങനെ ഉത്തരം പറയും, എങ്ങനെ ആളുകളോട് മറുപടി പറയും. എന്നാൽ മെഡിക്കൽ കഴിഞ്ഞതിന് ശേഷമാണ് ഒരാളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ ദൈവം ഇടവരുത്തിയുള്ളൂ. എല്ലാം നഷ്ടപ്പെട്ട് ഞങ്ങൾ മടങ്ങി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം ഞങ്ങളുടെ കരങ്ങളിൽ ഞങ്ങളുടെ പെർമനന്റ് റെസിഡൻസ് തരുവാനിടയായി. കുടുംബമായി കാൽവരി പട്ടണത്തിൽ ദൈവത്തെ ഉയർത്തുന്നു. ആ ദൈവസഭയുടെ ഒരു ഭാഗമായി ദൈവം ഞങ്ങളെ കൊണ്ട് നടക്കുന്നു. അഞ്ജു ഇൻവൈറ്റ് ചെയ്തപോലെ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് വരുവാൻ സാധിക്കുന്നെങ്കിൽ ഞങ്ങളുടെ കൂടെ നിങ്ങൾക്ക് അവിടെ ആയിരിക്കാം. വേഗത്തിൽ ഞാൻ ആ സാക്ഷ്യം പറഞ്ഞതേ ഉള്ളൂ. നടത്തുന്നൊരു ദൈവം, അവൻ വിളിച്ച ദൈവം വിശ്വസ്തൻ. അവൻ വഴിയിൽ നമ്മെ ഉപേക്ഷിച്ച് പോകുന്ന ദൈവമല്ല. ഹല്ലേലൂയ. വേഗത്തിലൊരു ഭാഗം നമുക്ക് ചിന്തിക്കാം. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ
7-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്. 6-7. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം, ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി വിഭാഗം. ആ ഭാഗം മാത്രം ഞാൻ വായിച്ച് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കും. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. ഇന്നലെ ബയ്യയുടെ കൂടെ Praise the Lord. Hallelujah. സന്ധ്യാസമയം വാഹനത്തിൽ ഇരുന്നപ്പോഴാണ് ഈ വചനം എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് തന്നത്. ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. കാലം ദൈവസഭയുടെ ദൂത് പറയാം. ചില ജോഷുവമാരെ ദൈവത്തിന് സമർപ്പിക്കാൻ കഴിയും. 21 ദിവസം ഫാസ്റ്റിംഗ് എടുത്തപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെയാ തോന്നിയത്. വെറുതെ അല്ല ഫാസ്റ്റിംഗ്. 40 ദിവസം എടുത്ത് ആളെ ഓർത്ത് ദൈവത്തിന് സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. 3 ദിവസം എടുത്തവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ ദൈവസ്ഥാനത്ത് ഇരിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം തരുന്നു. നിങ്ങളോടുള്ള ദൈവത്തിന്റെ ദൂതാണ് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഞങ്ങളുടെ പാസ്റ്റർ ചെയ്തൊരു കാര്യമുണ്ട്. എംപ്റ്റി ചെയറിലെല്ലാം പുള്ളി എല്ലാ ബുധനാഴ്ചയും വന്നിട്ട് കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എവിടെ നിന്നറിയില്ല, ദൈവം നിറയ്ക്കുവാൻ തുടങ്ങി. എല്ലാവരും ചേർന്ന് വന്നാൽ ഇരിക്കാൻ ഇടമില്ലാതെ കൊണ്ട് ഞങ്ങൾ ആ ദേശത്ത് ദൈവത്തെ ആരാധിക്കുക. ഈ ദേശത്ത് നിങ്ങളെ ഒരു കൊച്ചു ചർച്ച ആയിട്ട് ഇപ്പൊ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ദർശനത്തിൽ കാണുവാൻ സാധിക്കുമ്പോൾ സ്വന്തമായ ഒരു ദൈവസഭ നിറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ ആത്മാക്കൾ ഈ ദേശത്ത് നിങ്ങളെ ദൈവം മാനിക്കും. നിങ്ങൾ തയ്യാറാണെങ്കിൽ ജോഷുവയുടെ പുസ്തകം മുഴുവനും നമ്മൾ പഠിച്ചാൽ മോശ കഴിഞ്ഞിട്ട് ഇസ്രായേൽ ജനത്തിന് വേണ്ടി ചെയ്യുവാനായി ശുശ്രൂഷ ഏൽപ്പിച്ചിട്ട് അത് അനുസരണയോടെ ചെയ്യുന്ന ഒരു ദൈവപുരുഷനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ ഒരു വാക്ക് ദൈവത്തിൽ നിന്ന് കേട്ടപ്പോൾ യോശുവ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇസ്രായേൽ പ്രഭുക്കന്മാരെ, നിങ്ങൾക്കൊരു ഫ്രീ വിൽ തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ദേവന്മാരെ ആരാധിക്കാം, വിട്ടുപോകുന്ന ദേശത്തെ പോലെ നിങ്ങൾക്ക് ജീവിക്കാം. പക്ഷേ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. എന്റെ കുടുംബവുമോ ഈ കോൾച്ചസ്റ്റർ ദേശത്ത്, ഈ ക്ലാക്ടൺ സി ദേശത്ത്, ഈ സൗത്ത് കെന്റൺ ദേശത്ത്, ഈ സെൻട്രൽ ലണ്ടൻ പ്രദേശത്ത് ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. എന്റെ അയൽവക്കക്കാർ എന്തുമായിക്കോട്ടെ, കൂട്ടു സഹോദരൻ എന്തുമായിക്കോട്ടെ, നമ്മൾ രാവിലെ കേട്ടതുപോലെ ദുഷ്പ്രവർത്തിക്കാർ നമ്മെ കൊണ്ട് പല രീതിയിൽ മുഷിപ്പിക്കുമ്പോഴും എന്നിട്ട് പറയുവാൻ സാധിക്കുമോ, ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കും. ദൈവശബ്ദം ഇങ്ങനെയാണ്: ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കാം. നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ ഞാൻ നിന്നെ കൊണ്ട് ചെയ്യിക്കും. ഫസ്റ്റ് ചെയ്തെന്താണെന്നറിയോ? അവർ മുമ്പോട്ട് പോയി. ഈ ലീഡർഷിപ്പ് യോശുവ എടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നിട്ട് മുമ്പോട്ട് പോയപ്പോൾ ഫസ്റ്റ് അവർ കടക്കേണ്ടുന്ന പ്രതിസന്ധി ഗിൽഗാലാണ്. ഹല്ലേലൂയ. ഒരു യോർദാൻ നദി മുമ്പിലൂടെ ഒഴുകുന്നു. ആ ഭാഗമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, കൊയ്ത്ത് കാലത്ത് യോർദാൻ കരകവിഞ്ഞൊഴുകും. ഹല്ലേലൂയ. ഒരു മനുഷ്യനും അതിലേക്ക് എത്തിപ്പെടാൻ സാധിക്കാതെ തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുമ്പോഴും പുരോഹിതന്മാർ അവരുടെ കാലെടുത്ത് വെച്ചപ്പോൾ ഹല്ലേലൂയ യോർദാൻ രണ്ടായി മാറുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇവർ പ്രിയപ്പെട്ടവർക്ക് പറയാനൊരു കാര്യമുണ്ട്. പിതാക്കന്മാർ ചെങ്കടൽ വിഭാഗിച്ച് മുമ്പോട്ട് കടന്നു പോയ ഒരു ചരിത്രം ഞങ്ങൾക്ക് പറയാനുണ്ട്. ഇന്നും ആ അത്ഭുതം ഞങ്ങൾ കാണുവാൻ പോവുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ നിനക്ക് വേണ്ടി ചെയ്ത ദൈവം ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ചെയ്യുവാനായിട്ട് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ഇന്നലകളിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചെങ്കിൽ, ഇന്നലകളിൽ നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചെങ്കിൽ, ഹല്ലേലൂയ, വരുന്ന സൺഡേ എഴുന്നേറ്റ് സാക്ഷി പറയുവാൻ ദൈവം നമ്മളെ ജീവിതത്തിൽ ഇടയായിത്തീരും. ഇന്ന് പകൽക്കാലം ഏത് പ്രതിസന്ധിയുടെ മുമ്പിലാണോ നിൽക്കുന്നത്, മുമ്പോട്ട് സ്റ്റെപ്പുകൾ എടുത്ത് വെക്കുവാൻ പകച്ചു നിൽക്കേണ്ട. കാലെടുത്ത് വെക്കുമ്പോൾ അത് ചിറ പോലെ രണ്ടായി നിൽക്കും. ആർക്കും കടക്കുവാൻ കഴിയാതെ യോർദാൻ മുമ്പിൽ നിന്നാലും അതിലൂടെ കടത്തിക്കൊണ്ടു പോകുവാൻ വിളിച്ചവൻ വിശ്വസ്തനാണ്. കേരളത്തിലെ പല പ്രദേശങ്ങളിലായിരുന്ന നമ്മെ ഈ ദേശത്ത് കൊണ്ട് കൂട്ടിച്ചേർത്തതിന് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു യോർദാനിന് സമമായി നമ്മുടെ ലൈഫിൽ മാത്രമല്ല, നാം ആയിരിക്കുന്ന ചിലപ്പോൾ ബാങ്കിലായിരിക്കും ജോലി ചെയ്യുന്നത്, ഇവിടെ നഴ്സിംഗ് ഹോമിൽ ജോലി ചെയ്യുന്നവർ കാണും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നവർ കാണും. പലർക്കും യോർദാൻ സമമായ വിഷയങ്ങളുണ്ട്. നമ്മുടെ കാൽ വെപ്പ് അവർക്കൊരു ആശ്വാസമായി തീരട്ടെ. ഹല്ലേലൂയ. ഇടപെടലുകൾ അവർക്കൊരു ആശ്വാസമായി തീരട്ടെ.
2, എരിഹോ മതിലിന്റെ മുമ്പിൽ വന്നപ്പോഴും ഈ ജനം പകച്ചു നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ലീഡർ എങ്ങനെ ആയിത്തീരണം? ആമേൻ. How many of you are ready to obey God? മാനേജർ ആവാൻ നമുക്ക് ഇഷ്ടമാണ് അല്ലെ, സൂപ്പർവൈസർ ആവാൻ നമുക്ക് ഇഷ്ടമാണ്, കാരണം നമുക്ക് അനുസരിപ്പിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ഏത് വിഷയം എന്നാലും യോശുവ ചെയ്തൊരു കാര്യമുണ്ട്. അപ്പാ നീ എന്നോട് പറഞ്ഞത് ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാൻ നീയാ പറഞ്ഞത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? വാട്ട് ഈസ് നെക്സ്റ്റ്? ഇന്ന് പകൽക്കാലം തീരുമാനം എടുക്കാമോ? വിഷയങ്ങൾ മുമ്പിൽ വരുമ്പോൾ, തടസ്സങ്ങൾ മുമ്പിൽ വരുമ്പോൾ, എനിക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ മുമ്പിൽ വരുമ്പോൾ മുട്ടുകളെ മടക്കി ഞാൻ ദൈവത്തോട് ചോദിക്കും, പിതാവേ, വാട്ട് ഈസ് നെക്സ്റ്റ്? ഞാൻ എന്ത് ചെയ്യണം എന്ന് എത്ര പേർക്ക് ചോദിക്കുവാനായിട്ട് സാധിക്കും? ഹല്ലേലൂയ. എരിഹോ മതിലിന് 6 ദിവസം അവർ ചുറ്റി. ഹല്ലേലൂയ. ഞാൻ പാസ്റ്റർ ടിനി ജോർജിന്റെ ആ വാക്കുകൾ ഒന്ന് കടമെടുത്തിട്ട് ഞാൻ പറയുകയാണ്, മതിൽ പൊളിക്കാൻ തമ്പേറ് എടുത്തോട്ട് പോയിട്ടുള്ള ഒരു ജനം. ഹല്ലേലൂയ. ആയുധങ്ങൾ അവരുടെ കയ്യിലില്ല, അവരുടെ കയ്യിൽ ശക്തന്മാരൊന്നുമില്ല, പറയത്തക്ക പടയാളികൾ അവരുടെ കയ്യിലില്ല. പക്ഷെ അവരുടെ ആർപ്പിന്റെ മുമ്പിൽ എരിഹോ മതിൽ തകർന്ന് വീഴുവാനിടയായി ചേർന്നു. പകൽക്കാലം ഈ ദേശത്ത് കൊണ്ട് ആർക്കുവാൻ ദൈവം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ അനുസരിക്കുന്നവരിലൂടെ എരിഹോ മതിലുകൾ തകർത്ത് ഹല്ലേലൂയ വിടുതലുകൾ കാണുന്ന ഒരു മഹോത്സവത്തിന്റെ പകൽക്കാലം, ഹല്ലേലൂയ ഒരു മഹോത്സവത്തിന്റെ ആഴ്ചകൾ, മഹോത്സവത്തിന്റെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാനിഫെസ്റ്റ് ചെയ്യുന്നൊരു ദിവസം, അത് അതിവിദൂരമല്ല. പട്ടണത്തിലേക്ക് പോകുന്ന സമയം യോശുവ ഇങ്ങനെ പറഞ്ഞു, എന്തിനാ ഇത്രയും ജനത്തെ ബന്ധപ്പെടുത്തുന്നതെന്ന്? 3000 പേര് പോയാൽ മതി. കാരണം യോശുവയുടെ ഉള്ളിൽ കിട്ടിയിരിക്കുന്ന ഒരു വചനമുണ്ടോ? എന്താ? ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം. നിങ്ങൾ കഷ്ടപ്പെടാത്ത ആ ഒലിവ് തോട്ടങ്ങളും നീരുറവുകളും എല്ലാം ദൈവം തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പട്ടണത്തിലേക്ക് ചെന്നപ്പോൾ ജനം തോറ്റുപോയി. തോറ്റുപോയി. എത്ര അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഹല്ലേലൂയ. ആ പോയവരെ വിശകലനം ചെയ്ത് അവരെ പഠിപ്പിക്കാനല്ല യോശുവ തയ്യാറായത്. അതിനു മുമ്പ് ദൈവസന്നിധിയിൽ മുട്ടുകളെ ഞാൻ എന്തുകൊണ്ട് തോറ്റു? അപ്പൊ ഞങ്ങൾ എന്തുകൊണ്ട് ഈ പട്ടണക്കാരോട് തോറ്റു? നീ അല്ലേ ഞങ്ങളെ വിളിച്ചവർ വിശ്വസ്തനെന്ന് ഇന്നലെ കൂടി കേട്ടതല്ലേ, പിന്നെ ഞാൻ എങ്ങനെ തോറ്റു? പ്രാർത്ഥന മുറിയിൽ പറഞ്ഞു യോശുവ, നീ ചീട്ടിട്ട് ഇന്ന അഡ്രസ്, ഇന്ന കൊലത്തിൽ, ഇന്ന മകൻ, ഇന്ന കുടുംബത്തിലെ ആ കാര്യം പൊക്കിയെടുക്കുവാനായി നീ എന്താ ചെയ്തേ? ഞാൻ കുറച്ച് കാര്യമേ ചെയ്തുള്ളൂ, ഞാൻ ചെറിയൊരു ഭാഗമേ ചെയ്തുള്ളൂ. ഹല്ലേലൂയ. എന്നാൽ കുറവുകൾ പാളയത്തിനകത്ത് വന്നപ്പോൾ പരാജയങ്ങളെ കാണുവാൻ തുടങ്ങി. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തെ ഒന്നുകൊണ്ടൊന്ന് വിശകലനം ചെയ്യാമോ? ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ പകച്ചു നിൽക്കുമ്പോൾ മറ്റൊരുവരെ ഹല്ലേലൂയ കുറ്റം വിധിക്കുന്നതിന് മുമ്പ് എന്നിലേക്ക് തന്നെ ഒന്ന് നോക്കി, ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനത്ത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, ഞാൻ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ, അനുസരിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, അതിനകത്ത് നിന്നുകൊണ്ട് അപ്പാ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് അപ്പാ പിതാവേ എന്ന് ഓടിച്ചെന്ന് വിളിച്ചു ചെന്ന് അതിന് അഭയം പ്രാപിക്കുവാൻ തക്കമുള്ള ആ ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്ന് ക്രമീകരിച്ച് മുമ്പോട്ട് പോകാൻ തയ്യാറാണെങ്കിൽ പട്ടണത്തെ പിടിച്ചെടുക്കുവാൻ സഭയെ ഈ കോൾച്ചസ്റ്റർ പട്ടണം നിങ്ങൾക്കുള്ളതാണ്. ഹല്ലേലൂയ. ദേശം വിഭാഗിക്കാനാണ് ജോഷുവയോട് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് പകൽക്കാലം ദേശത്തെ വിഭാഗിച്ചു തരുവാൻ ഹല്ലേലൂയ ഓരോ ജോഷുവമാരെ ദൈവമാക്കി വെച്ചിരിക്കുക. ഓരോ ജോഷുവമാരെ ദൈവമാക്കി വെച്ചിരിക്കുക. പട്ടണം നിങ്ങളുടേതാണ്, വിഭാഗിച്ചെടുക്കേണ്ടത് നിങ്ങളാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർ തയ്യാറാണ്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. Amen. Hallelujah. ജോഷുവയ്ക്ക് ശേഷം തന്റെ ലീഡർഷിപ്പ് പിന്തുടരുവാൻ തനിക്ക് വലിയൊരു വിഷയം ലഭിച്ചു. 8-ാം അധ്യായത്തിൽ ഇങ്ങനൊരു ഭാഗമുണ്ട്, ഞാൻ വായിക്കാൻ സമയമെടുക്കുന്നില്ല. ചട്ടങ്ങളും പ്രമാണങ്ങളും ഉറക്ക വായിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. സ്ത്രീകൾ, കുട്ടികൾ, പ്രായമുള്ളവർ, പ്രായമെന്നില്ല, ഈവൻ പരദേശികൾ പോലും കേൾക്കത്തക്ക വിധത്തിൽ ചട്ടങ്ങളും പ്രമാണങ്ങളും ഉറക്കെ വായിച്ച് ഒന്ന് പോലും വിടാതെ കർത്താവിന്റെ ദാസൻ കേൾപ്പിക്കാനിടയായി തീർന്നു. ഈ ചർച്ചിൽ നിന്നും ദൈവശബ്ദം ഉയരണം, ദൈവത്തിന്റെ വചനം ഉയരണം. നമ്മുടെ കുഞ്ഞുങ്ങളെ വെറുതെ അല്ല സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നത്. അവര് ആയിരിക്കുന്ന സ്കൂളിൽ അവരുടെ ടീച്ചർ എടുത്ത് പറയണം, ടീച്ചർ, ഞാൻ സേവിക്കുന്നൊരു ദൈവമുണ്ട്.
ഹല്ലേലൂയ. എന്നെ ടീച്ചറെ പഠിപ്പിച്ചൊരു ദൈവമുണ്ട്. എന്റെ പാസ്റ്റർ എന്നോട് പറഞ്ഞൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. വിഷയങ്ങളുടെ മധ്യത്തിൽ പരിഹാരം തരുന്നൊരു ദൈവമുണ്ടെന്ന് ഈ കുഞ്ഞു നാവുകളിൽ നിന്ന് കേൾക്കുവാൻ ഇടയായി തീരട്ടെ. ഈ ദേശം മിഷണറിമാരായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് വന്ന് അവർ സ്കൂളുകൾ തുടങ്ങി പല കാര്യങ്ങൾ ചെയ്തു. എന്നാൽ അവിടെ നിന്നല്ല ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റിനെ തിരഞ്ഞെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ചെറിയ കാര്യത്തിലല്ല. വലിയ വലിയ ദൈവത്തിന്റെ പ്രവൃത്തികൾ കാണിക്കത്തക്കവണ്ണം ഹല്ലേലൂയ എത്ര പേർ ഇന്ന് പകൽക്കാലം സമർപ്പിക്കും. ഇതുപോലെ ദേശം വിഭാഗിച്ചു കൊടുത്തു. എവിടെയെങ്കിലും ഒരു സംശയം തനിക്കുണ്ടെങ്കിൽ, എവിടെയെങ്കിലും താൻ സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ, തന്റെ ഫസ്റ്റ് പ്രിഫറൻസ് ഗോഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹസ്ബൻഡ് വൈഫിനോടല്ല, വൈഫ് ഹസ്ബൻഡിനോടല്ല, കുഞ്ഞുങ്ങൾ പപ്പയോടല്ല, മമ്മിയോടല്ല, ടീച്ചറിനോടല്ല. ഈ ഹല്ലേലൂയ ചെറുപ്രായം മുതൽ നമ്മൾ ഏത് സ്ഥാനത്തായിരിക്കുന്നു അന്ന് മുതൽ നാം ശീലിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ദൈവമേ, ഐ ആം സ്റ്റക്ക്, എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഞാൻ ഈ വിഷയത്തിൽ എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ദൈവം വഴി കാണിക്കണം, ദൈവം വഴി കാണിക്കണം. അറിയാത്ത വഴികളെ തുറക്കുന്നൊരു ദൈവം. ഹല്ലേലൂയ. സങ്കേത നഗരങ്ങളെ പണിയുവാൻ ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിച്ചപ്പോൾ യോശുവ ചെയ്യുവാൻ. മോശ ചെയ്തിട്ടില്ല. മോശയ്ക്ക് മുമ്പുള്ള ആരും ഒരു ഹിസ്റ്ററിയിലും അത് കണ്ടിട്ടില്ല. പക്ഷെ യോശുവയുടെ ഒരു പ്രത്യേക വിഷൻ ആയിരുന്നു സിറ്റീസ് ഓഫ് റെഫ്യൂജ്. ഹല്ലേലൂയ. ഒരു സങ്കേത നഗരമായി മാറുവാൻ എത്ര പേർ തയ്യാറാണ്? ഹല്ലേലൂയ. ഒരു രോഗിയുടെ മുമ്പിലായിരിക്കും ചിലപ്പോൾ നമ്മൾ വിഷമിക്കുമ്പോൾ, I am the city of refuge. You come to me, I will pray for you, I will bless you in the name of Lord, I will help you. There is a God who can do anything in your life. Thank you Lord. Hallelujah. ആ പുസ്തകം അവസാനിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, കാലസമ്പൂർണനായി വൃദ്ധനായ ശേഷം യോശുവ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. എന്നാൽ അതിനു മുമ്പ് താൻ കൈമാറിയ ഒരു ലീഡർഷിപ്പ് ഉണ്ട്. താൻ സിറ്റി എല്ലാം വിഭാഗിച്ചു കൊടുത്തു. അവസാനം പറഞ്ഞു, പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരു ഫ്രീ വില്ലുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ദേവന്മാരെ നിങ്ങൾക്ക് സേവിക്കാം, നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. പക്ഷെ പിതാക്കന്മാരെ ചേർത്ത് ദേശത്തേക്ക് കൊണ്ട് നമ്മൾ അധ്വാനിച്ചിട്ട് ലഭിച്ചതല്ല. ആണോ? അല്ല. നമ്മളെക്കാൾ അധ്വാനിക്കുന്നവരില്ലേ? നമ്മളെക്കാൾ ശ്രേഷ്ഠന്മാരില്ലേ? നമ്മളെക്കാൾ യോഗ്യതയുള്ളവരില്ലേ? ILTS ബാങ്ക് 80 കിട്ടിയവരില്ലേ? OET നല്ല മാർക്കോടെ പാസ്സായവരില്ലേ? എന്നിട്ടും ഇതൊന്നും യോഗ്യത ഇല്ലാത്തവരിവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഫ്രീ വിൽ ഇറ്റ്സ് യുവേഴ്സ്. നിങ്ങൾ ആരെയാണ് മുമ്പിൽ വെക്കാൻ പോകുന്നത്? ജോലിയെയാണോ? ബിസിനസിനെയാണോ? പണമാണോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒറ്റദൂത് വിഭാഗിക്കുവാനാണ് ജോഷുവയോട് ഏൽപ്പിച്ചത്. ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളുടെ കയ്യിൽ ചിലപ്പോൾ വലിയ സംഭവം ഒരു കൊച്ചുപൊടിയിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾ താമസിക്കുന്നത്. പക്ഷേ നിങ്ങളുടെ സമയം വിഭാഗിച്ചു കൊടുക്കാം, നിങ്ങളുടെ പണം വിഭാഗിച്ചു കൊടുക്കാം, നിങ്ങളുടെ ആരോഗ്യം വിഭാഗിച്ചു കൊടുക്കാം. കാരണം ഇതൊക്കെ ആവശ്യമുള്ളവർ നിങ്ങളുടെ ചുറ്റും തന്നെയുണ്ട്. ഇന്ന് പകൽക്കാലം നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാകട്ടെ? ഓ ഗോഡ്, ഓപ്പൺ മൈ ഐസ്. അത് കാണുവാനുള്ള കണ്ണുകളെ എനിക്ക് തുറന്നു കിട്ടണം. പകൽക്കാലം നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. യുവജനങ്ങളാ, ദൈവം നമ്മെ സഹായിക്കട്ടെ. സമയം തന്ന ദൈവത്തിന്റെ ദാസന് നന്ദി പറയുന്നു. ഈ ദൈവസഭയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങൾ ഓർക്കുമ്പോഴെല്ലാം ഈ ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. We love you. God bless you all.